ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വൻ ശബ്ദം തിരിച്ചു കിട്ടാത്ത ആ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചിട്ട് പോയി ഒരു സോഫയിലിരുന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുന്ന പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ അശ്വിന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓ മൈ ഗുഡ്നസ്, എൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അമ്മായിയെ ഫോൺ വിളിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അതെ അമ്മായി, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അശ്വിനോട് ചോദിക്കുന്നുണ്ട്. കഷായം കുടിച്ചിട്ട് 2 മണിക്കൂറായില്ലേ, ശബ്ദം തിരിച്ചു കിട്ടിയോ എന്ന് ചോദിക്കുകയാണേ. ഇല്ല എന്ന് ആംഗ്യം കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അശ്വിൻ. ഇല്ല അമ്മായി, അമ്മായി പറയുന്നത് അരമണിക്കൂറിനകം ശബ്ദം തിരിച്ചു കിട്ടുമെന്നാ. ദേ അമ്മായി ലൈനിലുണ്ട്, നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിയേ എന്ന് പറയുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, ശബ്ദമില്ലാതെ ഞാൻ എങ്ങനെ സംസാരിക്കാനാന്ന്. അതെ അമ്മായി, അദ്ദേഹത്തിന് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ശബ്ദം തിരിച്ചു കിട്ടിയില്ല. എല്ലാരെ പോലെ അല്ലല്ലോ, അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചു കിട്ടാൻ കുറച്ച് സമയം എടുക്കും എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ്റെ മുഖം അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നുള്ള ഭാവത്തിൽ. ശരി അമ്മായി, ഞാൻ എന്നാ വെക്കുകയാണേ ഫോൺ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് അശ്വിനോട് പറയും, എന്ത് പറയാനാ, 2 മണിക്കൂറിനകം കഷായം കുടിച്ചാൽ ശബ്ദം തിരിച്ചു കിട്ടേണ്ടതായിരുന്നു, പക്ഷേ വെറുതെ ആയിപ്പോയി എന്ന് പറയുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ഒരു ഷെൽഫ് പോയി എന്തോ എടുക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊടി ആവുകയാണ് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ചുമക്കുന്നൊക്കെ ഉണ്ട് ശ്രുതി കാണാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്ന ശ്രുതി ഡോക്ടർ പറഞ്ഞ പോലെ ഇവിടെ ഇനി ഒരു പൊടിയും പാറ്റയും ഒന്നും വരാതെ നോക്കണം, ഞാനിപ്പോൾ തന്നെ ഈ റൂം ക്ലീൻ ചെയ്യാം, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാണ്. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അശ്വൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇവിടെ മൊത്തം അടിച്ച് വാരിപ്പിക്കുമടി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും മോപ്പും ചൂലും വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി എത്താട്ടോ. അതെ സാർ ഒന്നും പറയണ്ട, ഇതേ അങ്ങോട്ടേക്ക് ഇരിക്ക്, ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ പണി തുടങ്ങുകയാണേ. ഇതും കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അശ്വൻ. അങ്ങനെ ശ്രുതി പോയതിന് ശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ചായം കുടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് പ്രീതി വന്നിട്ട് ചോദിക്കും, നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ, സാധാരണ കഷായം കുടിച്ചാൽ മാറേണ്ടതാണ്, ഓക്കെ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങ് പോവാട്ടോ. പിന്നീട് അശ്വിൻ ചെടികൾക്ക് ഇങ്ങനെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ശ്രുതി ഒരു കത്തിയുമായിട്ട് വന്ന് നിൽക്കുകയാണ്. അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഓടി ഒളിക്കുന്നുണ്ട്, പിന്നെയും വരും, പിന്നെയും ഒളിക്കും. അവസാനം ശ്രുതി കത്തിയും കൊണ്ട് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് വരാൻ കേട്ടോ. അങ്ങനെയെങ്കിലും പേടിച്ചിട്ട് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചാണേ. കഷായം കുടിച്ചിട്ടും നിങ്ങൾക്ക് ശബ്ദം തിരിച്ചു കിട്ടിയില്ല അല്ലേ എന്ന് പറഞ്ഞ് കത്തി കൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കട്ടോ. ശ്രുതി പറയുന്നത് കേട്ടിട്ട് മനോരമയും മുത്തശ്ശിയും ഒക്കെ കൂടി ബാൽക്കണിയിലേക്ക് ഓടിക്കയറാണ് കേട്ടോ. എൻ്റെ മൈ ഗോഡ്, ഇവളെന്താ ഈ കുഞ്ഞനെ കാണിക്കുന്നേ എന്ന് ചോദിച്ച് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങുന്നുണ്ട്.